ഇന്ത്യൻ യുദ്ധവീര്യത്തിന്റെ പ്രതീകമായ ചിത്രം നീക്കം ചെയ്ത് കേന്ദ്ര സർക്കാർ 1971 യുദ്ധത്തിലെ പാക് സൈനികരുടെ കീഴടങ്ങൽ ചിത്രത്തിനു പകരം ഹിന്ദു പുരാണ രൂപങ്ങൾ അടങ്ങിയ ഛായാചിത്രം സ്ഥാപിച്ചു. ദേശസ്നേഹം വിളമ്പുന്ന ബിജെപി ഇന്ത്യൻ സൈന്യത്തിൽ പോലും ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുകയാണെന്ന വിമർശനം ഇതോടെ ശക്തമാവുകയാണ്. ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ സുപ്രധാന നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ചിത്രമാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം ധാക്കയിൽ വെച്ചുള്ള പാകിസ്ഥാൻ സൈനികരുടെ കീഴടങ്ങൽ. വിജയചരിത്രത്തിലെ സുപ്രധാന നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്ന ചിത്രമാണ് കരസേനാ മേധാവിയുടെ ഓഫീസിൽ നിന്നും നീക്കം ചെയ്തത്. പകരം സ്ഥാപിച്ച ഛായാചിത്രത്തിൽ പുരാണ രൂപങ്ങളും ലഡാക്ക് പാങ്കോങ് തടാകവും ആധുനിക യുദ്ധശേഷി തെളിയിക്കുന്ന ടാങ്കുകളും ഹെലികോപ്റ്ററുകളും ചിത്രത്തിൽ കാണാം. ഇന്ത്യ സന്ദർശിച്ച നേപ്പാൾ ആർമി ചീഫ് ജനറൽ അശോക് രാജ് സിംഗ്ഡലിനെ സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അഭിവാദ്യം ചെയ്യുന്ന ചിത്രം അടങ്ങുന്ന പത്രക്കുറിപ്പ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആർമി പുറത്തിറക്കിയിരുന്നു. ഈ ചിത്രമാണ് വിവാദത്തിന് കാരണമായത്. ദേശസ്നേഹം പറയുന്ന ബിജെപി ഇന്ത്യൻ സൈന്യത്തെയും സങ്കുചിത രാഷ്ട്രീയ താൽപര്യത്തിനായി ഉപയോഗിക്കുകയാണെന്ന വിമർശനം ശക്തമാകുന്നു. മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ സൈനിക നേട്ടം മറച്ചുവെക്കാനും അത് ചരിത്രത്തിൽ നിന്നും നീക്കം ചെയ്യാനുമാണ് ബിജെപി ശ്രമിക്കുന്നത്. ബംഗ്ലാദേശ് വിമോചനത്തിൽ ഇന്ത്യയുടെ പങ്ക് ഒഴിവാക്കാനാകാത്തതാണെന്ന സത്യം മറച്ചുപിടിക്കാനും ഇതിലൂടെ ബിജെപി ശ്രമിക്കുന്നു. അതേസമയം പഴയ ചിത്രം നീക്കം ചെയ്തതിൽ നരേന്ദ്രമോദി സർക്കാരിനെയും സൈനിക മേധാവികളെയും വിദഗ്ധർ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്ന വിജയ ദിവസ് ആഘോഷിക്കുന്ന വേളയിലാണ് മോദി സർക്കാർ ഇന്ത്യൻ സൈനിക ചരിത്രത്തെ കടന്നാക്രമിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. കൈരളി ന്യൂസ്, ദില്ലി.